നമസ്കാരം. രാത്രികാലങ്ങളിൽ അന്തിച്ചർച്ചകളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സഹയാത്രികർ എന്ന ലേബലിൽ മാപ്പകൾ കെട്ടിയിറക്കുന്ന അവതാരങ്ങൾ സത്യത്തിൽ ആരാണ്? അറ്റൻഷൻ സീക്കർ, ക്യാമറ ഹംഗ്രി, ക്ലിക്ക് ബൈറ്റ് മെറ്റീരിയൽ എന്ന രോഗം ബാധിച്ച മനുഷ്യരാണെന്ന് പറഞ്ഞാലും തെറ്റു പറയാൻ കഴിയില്ല. റെജി ലൂക്കോസ് BJP-യിൽ പോയതും ഹസ്കർ ഇടതുപക്ഷത്തെ ട്രോളിയതും ഈ രോഗം മൂർച്ഛിച്ചപ്പോൾ തന്നെയാണ്. ഉടായിപ്പ സഹയാത്രികർ ചവഞ്ഞു നടന്നാൽ ഊതിയാൽ പറന്നു പോകാൻ പാർട്ടി ഇവരെ പോലെ മണ്ണല്ല മലയാളെന്ന് ഇടതുപക്ഷം കാണിച്ചു കൊടുത്തത് ഇത്തരം ലേബലുകൾ സമ്മാനിക്കുന്ന മാപ്രകൾക്ക് കൂടിയുള്ള താക്കീതാണ്. ഇത്തരം സഹയാത്രികരെ ചാക്കിട്ട് പിടിക്കാൻ ഇറങ്ങുന്ന മുന്നണികൾ മനസ്സിലാക്കിയാൽ നാളെ ആട് കിടന്നിടത്ത് കൂടെ പോലും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് മോങ്ങേണ്ടി വരില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് വാർത്തയിലേക്ക്. ചാനൽ ചർച്ചകളിൽ ഇടതുപക്ഷ നിലപാടുകൾ ശക്തമായി ഉയർത്തിപ്പിടിച്ചിരുന്ന വ്യക്തി എന്നതായിരുന്നില്ലേ മാധ്യമങ്ങൾ തന്നെ ഇടത് സഹയാത്രികന്റെ കുപ്പായം സമ്മാനിച്ച റെജി ലൂക്കോസിന്റെ ലേബൽ? താജ്മഹൽ, ചൈനയിലെ വൻമതിൽ, പെട്ര തുടങ്ങിയ 7 ലോകാത്ഭുതങ്ങൾക്കപ്പുറമാണ് റെജി ലൂക്കോസ് BJP-യിൽ പോയതെന്ന് മാധ്യമങ്ങളുടെ തള്ളു കേട്ടാൽ തോന്നിപ്പോകും. സത്യമല്ലേ? റെജി പോയപ്പോൾ അയ്യോ അച്ഛാ പോകല്ലേ എന്ന് ഒരു സഖാവും എങ്ങും പറഞ്ഞു കേട്ടില്ല. ചിന്താവൃഷ്ടിയായ ശ്യാമളയിൽ ശ്രീനിവാസൻ വീട് വിട്ടിറങ്ങുമ്പോൾ മക്കളൊക്കെ പറയുന്നുണ്ട് അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ എന്ന്. അതുപോലെ ഒരു സഖാവും അയ്യോ സഖാവെ പോകല്ലേ എന്ന് പറഞ്ഞ് കേട്ടേയില്ല, അല്ലെ? സഖാവെ തിരിച്ചു വന്ന് ഇടതു സഹയാത്രികന്റെ കുപ്പായം ഒന്നണിയൂ എന്ന് പറഞ്ഞ് മോങ്ങിയത് ഇവിടുത്തെ മാധ്യമങ്ങൾ മാത്രമാണ്. എന്തുകൊണ്ട് റെജി BJP-യിൽ ചേർന്നുവെന്ന് പാർട്ടി വിശദീകരണവും ചോദിച്ചില്ല. കാരണം അയാൾ പാർട്ടിയുടെ ഒരു ചുമതലയും വഹിക്കുന്നില്ല എന്ന് ഇതിനോടകം തന്നെ CPM പ്രതികരിച്ചു കഴിഞ്ഞു. കോട്ടയത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി എന്താണ് പറഞ്ഞത്? ഇയാൾ ഒരു ചുമതലയും വഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതായത് ഞാൻ എന്തോ വലിയ സംഭവമാണെന്നും ഞാനാണ് പാർട്ടി എന്നും ഒക്കെ ഇയാൾ പറഞ്ഞ് ചമഞ്ഞു നടന്നത് മുഴുവൻ കള്ളത്തരമായിരുന്നു. അയാൾ ആരുമല്ല എന്ന് കോട്ടയത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി പോലും പറഞ്ഞു വെച്ചിരിക്കുന്നു. റെജി ലൂക്കോസിനെ പാർട്ടിയുടെ നിലപാട് പറയാൻ എവിടെയും പറഞ്ഞയച്ചിട്ടില്ലെന്ന് AKG സെന്റർ പറയുമ്പോൾ സത്യത്തിൽ അപ്പോൾ ആരായിരുന്നു മാധ്യമങ്ങൾ കെട്ടിയിറക്കിയ ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് എന്ന ചോദ്യം അവശേഷിക്കുകയായിരുന്നു. അതായത് ഉത്തരം കൃത്യമല്ലേ? AKG സെന്ററിൽ നിന്നും ഇടത് പ്രതിനിധികളെ അയക്കാത്ത സമയത്ത് അറ്റൻഷൻ സീക്കർ കിട്ടാനായി, അതായത് ജനങ്ങളുടെ ശ്രദ്ധ കിട്ടാനായി വലിഞ്ഞു കയറി തന്റെ നിലപാട് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടെന്ന പേരിൽ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്ന, സഖാക്കളെ പറ്റിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു റെജി ലൂക്കോസ്. അതായത് സത്യം പറഞ്ഞാൽ ഇടതുപക്ഷത്തിനെതിരെ അടിക്കാൻ വടി എടുത്തു കൊടുത്തിരുന്ന ഒരാളായിരുന്നു റെജി ലൂക്കോസ്. എന്തുകൊണ്ട് ഇടതുപക്ഷം വിട്ടുവെന്ന് മാധ്യമങ്ങൾ മാത്രമല്ലേ റെജിയുടെ വിശദീകരണം ചോദിക്കുന്നുള്ളൂ? അതെന്തിനു വേണ്ടിയാണ്? ഇയാൾ ഇടതുപക്ഷക്കാരനായിരുന്നുവെന്നും ഇടത് സഹയാത്രികനായിരുന്നുവെന്നും വരുത്തി തീർക്കാനാണ്. ഇതൊന്നും മാധ്യമ സൃഷ്ടിയല്ല എന്ന് വരുത്തി തീർക്കാനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. ആ സമയത്താണ് BJP, അതായത് അവർ ഇത്തവണ ചില അക്കൗണ്ടുകൾ തുറക്കും എന്ന വലിയൊരു ആത്മവിശ്വാസത്തിലാണ്. ആ സമയത്താണ് ഇവർ CPM-ൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും പറ്റിക്കുന്നത്. ആ പറ്റിക്കുന്ന സമയത്ത് പാർട്ടി എന്ന് പറയുന്നു റെജി ലൂക്കോസ് ഈ പാർട്ടിയുടെ ആരുമല്ല, ഒരു ചുമതലയും വഹിക്കുന്ന ആളല്ല എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ BJP പെട്ടുപോയില്ലേ? BJP-ക്ക് ഞങ്ങളൊരു സഖാവിനെ നടത്തിക്കൊണ്ടു വന്നേ എന്ന് പറഞ്ഞ് ആഘോഷിക്കാൻ കഴിയുമോ? ഇനി ഇടത് സഹയാത്രികൻ ആണ് എന്ന് പറഞ്ഞാണല്ലോ കൊണ്ടുവന്നത്. അപ്പൊ ഇടത് സഹയാത്രികൻ എന്ന് മാധ്യമങ്ങൾ കള്ളം പറയുകയായിരുന്നോ എന്ന് പൊതുവെ ചോദ്യമുയർന്നു വരില്ലേ? അപ്പോ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് മാധ്യമങ്ങൾ ഇപ്പോ ഈ രീതിയിലുള്ള കളികൾ കളിക്കുന്നത്. ഇന്നിന്റെ കാലത്ത് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുക്കി പറഞ്ഞാൽ സത്യം കണ്ടെത്തുക എന്നതിനേക്കാൾ തങ്ങളുടെ പക്ഷം ശരിയാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന ഒരു വിചാരണ രീതിയായി ഇന്നത്തെ മാധ്യമ പ്രവർത്തനം മാറിയിരിക്കുന്നു. സത്യമല്ലേ? ഇത്തരക്കാർ പൊതുവെ പങ്കെടുക്കുന്ന, അതായത് റെജി ലൂക്കോസിനെ പോലുള്ള ആളുകളൊക്കെ പങ്കെടുക്കുന്ന അന്തിച്ചർച്ചകൾക്ക് ഒരു സ്വഭാവമുണ്ട്. എന്താണെന്ന് അറിയാമോ? പൊതുവെ പാർട്ടി ബഹിഷ്കരിക്കുന്ന ഒരു അന്തിച്ചർച്ചയിലായിരിക്കും ഇവർ പങ്കെടുക്കുക. അതായത് രാവിലെ ഇടതുപക്ഷത്തിനെതിരെ ചില വ്യാജ വാർത്തകളൊക്കെ മെനഞ്ഞുകൊണ്ടുവരും. പൊതുവെ ഇടത് വിരുദ്ധത പ്രകടിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിനെതിരെ വ്യാജ വാർത്തകൾ മെനയുന്ന ഒരു ചാനലായിരിക്കും ഇത് കൊണ്ടുവരിക. പിന്നീട് ഇത്തരം സമാന സ്വഭാവമുള്ള എല്ലാ മാധ്യമങ്ങളും കൂടി ഇത് രാത്രി അന്തിച്ചർച്ച നടത്താം എന്ന് വിചാരിക്കും. അതിനു മുമ്പ് ഈ വ്യാജ വാർത്തയിൽ ഒരു വിശദീകരണം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോ LDF-ന്റെ കൺവീനറോ പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ പിന്നെ ഇവരെന്താണ് ചെയ്യുക? അതൊന്നും ഞങ്ങൾ കേട്ടില്ല എന്ന ഭാവത്തിൽ അതൊക്കെ വിസ്മരിച്ചുകൊണ്ട് വൈകുന്നേരം ഇവർ അന്തിച്ചർച്ച നടത്തും. ആ അന്തിച്ചർച്ചയിൽ എന്തായാലും AKG സെന്ററിൽ നിന്ന് പ്രതിനിധികളെ വിടില്ല എന്ന് പാർട്ടി തന്നെ പറയും. കാരണം ഒരു വിശദീകരണം പറഞ്ഞ വിഷയത്തിൽ വീണ്ടും ഇവർ പ്രതിനിധികളെ അയക്കാൻ പറയുന്നത് തന്നെ അതായത് ഇല്ലാത്ത ഒന്ന് ഉണ്ടെന്ന് വരുത്തി തീർക്കാനും മാധ്യമങ്ങളുടെ വ്യാജ വാർത്ത സത്യസന്ധമാണെന്ന് വരുത്തി തീർക്കാനും വേണ്ടിയുള്ള ശ്രമമാണ്. അതായത് ചർച്ചയിൽ പങ്കെടുക്കാൻ ചെല്ലുന്ന ഇടത് പ്രതിനിധികൾക്ക് സംസാരിക്കാൻ സമയം കൊടുക്കാതെ അവരെ മൈക്ക് മ്യൂട്ട് ചെയ്ത് ഈ ഒരു ഇല്ലാത്തൊന്ന് പാർട്ടിയുടെ തലയിൽ കെട്ടിച്ചമയ്ക്കാനാണെന്ന് നന്നായി പാർട്ടിക്കറിയാം. അതുകൊണ്ട് പാർട്ടി ആളെ വിടില്ല. അപ്പൊ എന്താണ് ചെയ്യുന്നത്? മാധ്യമങ്ങൾക്ക് ഇടത് പ്രതിനിധി എന്ന ആ ഒരു സൈഡിൽ കാണിക്കാൻ ഒരാളെ വേണം.
അപ്പോ ഇടത് പ്രതിനിധി എന്ന് പറഞ്ഞ് കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇടത് സഹയാത്രികൻ എന്ന പേരിൽ അവർ എന്ത് ചെയ്യും, ഒരാളെ കെട്ടിയിറക്കും, ചില അവതാരങ്ങളെ കെട്ടിയിറക്കും. അങ്ങനെ കെട്ടിയിറക്കുന്ന അവതാരങ്ങളാണ് റെജി ലൂക്കോസിനെ പോലുള്ള ആളുകൾ. റെജി ലൂക്കോസിനെ പോലുള്ള ആളുകളൊക്കെ ആളുകളെ ജനശ്രദ്ധയ്ക്ക് പിടിച്ചു പറ്റാൻ വേണ്ടി നടക്കുന്ന പ്രാഞ്ചിയേട്ടനാണ്. മാത്രമല്ല ഈ പരിപാടി പങ്കെടുത്ത ചില ദുട്ടൊക്കെ ചിലപ്പോൾ കൊടുക്കും. അപ്പൊ എന്തോ ആകട്ടെ, അങ്ങനെ ഈ റെജി ലൂക്കോസ് ഒക്കെ വന്ന് പങ്കെടുത്തുകൊണ്ട് ഇടതുപക്ഷത്തിനെ അടിക്കാനുള്ള വടി ഇവര് തന്നെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതായത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിനൊക്കെ ഒരു ശാപമാണ് ഇത്തരം ചില ഇടത് സഹയാത്രികർ എന്ന് പറയാതെ വയ്യ. ഇനി നമുക്ക് ഹസ്കറിലേക്ക് വന്നാലോ. പാർട്ടി നയം കൃത്യമായി പിന്തുടർന്നില്ലെങ്കിൽ ഇടത് നിരീക്ഷകൻ എന്ന നിലയിൽ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് പാർട്ടി നേതൃത്വം ഹസ്കറിനെ അറിയിക്കുകയാണ്. തുടർന്ന് നടന്നതാണ് രസകരമായിട്ടുള്ള കാര്യങ്ങൾ. മനോരമയിലെ അന്തിച്ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും രൂക്ഷമായിട്ട് വിമർശിക്കുകയാണ്. മൂപ്പര് ഇടതാണോ വലതാണോ വേറെ വല്ലതുമാണോ എന്നൊക്കെ ആ ചർച്ച കണ്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആർക്കും തോന്നിപ്പോകും. ഇത്തരം ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിച്ചാലും തെറ്റു പറയാൻ കഴിയില്ല. എന്താണ് ഹസ്കർ ചർച്ചയിൽ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിനും CPM-നും നിദ്രാവ്യാധി ബാധിച്ചിരിക്കുകയാണെന്ന് മൂപ്പരങ്ങ് തട്ടിവിടുകയാണ്. 1996 തെറ്റിതിരുത്തൽ രേഖയിലെ നിർദ്ദേശങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെറ്റായ നടപടികളെ പാർട്ടി ഇപ്പോഴും ന്യായീകരിക്കുന്നത് വലിയ കാപട്യമാണ് എന്നൊക്കെ വലിയ വായിലേക്ക് വിളിച്ചു പോകുകയാണ്. അതുപോലെ തന്നെ പറയാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ വിഷലിപ്തമാണെന്നും മത നേതാക്കളുടെ തെറ്റായ നിലപാടുകളെ ആർജവത്തോടെ എതിർത്തപ്പോഴാണ് ഇടതുപക്ഷത്തിന് വജ്രശോഭ ഉണ്ടായതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം അങ്ങനെ കാര്യങ്ങളിലൊക്കെ സംസാരിച്ചു പോവുകയാണ്. മാത്രമല്ല മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിക്കാൻ വെള്ളാപ്പള്ളിക്ക് ധൈര്യം ലഭിക്കുന്നത് CPM-ന്റെ മൗനം കാരണമാണെന്നും CPI സെക്രട്ടറി ബിനോയ് വിശ്വം കാണിച്ച രാഷ്ട്രീയ വ്യക്തത CPM-ന് ഇല്ലാതെ പോകുന്നത് ഇരട്ടത്താപ്പാണെന്നും ഒക്കെ ഇങ്ങനെ ഹസ്കർ ഇങ്ങനെ ഇരുന്ന് പറയണം കേട്ടോ. അതും ഇടത് വിരുദ്ധത പ്രചരിപ്പിക്കുന്ന മനോരമയിലിരുന്ന്. നമുക്കറിയാമല്ലോ, വർഗീയതക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടി ഏതാണ്? അത് ഇടതുപക്ഷം തന്നെയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മതനിരപേക്ഷത തകർന്നു പോകാതെ ഇങ്ങനെ നമ്മുടെ പാർട്ടി മുറുക്കി പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ വാതില് ആ മതിലിന് നേരെ ഈ വർഗീയവാദികൾ ഇങ്ങനെ നിരന്തരം ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മറിഞ്ഞു വീഴാറാകുമ്പോൾ അങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പാർട്ടി. അപ്പോൾ പറയുകയാണ് ഈ വർഗീയവാദികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നിലപാടല്ല ഇപ്പൊ സ്വീകരിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. ഈ വെള്ളാപ്പള്ളിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ വർഗീയതയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ പേരാണ് CPM ആണ്. CPM വളരെ വ്യക്തമായിട്ട് ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തിയില്ലേ. മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ച വിഷയത്തിൽ ഇവിടെ ഏതെങ്കിലും നമ്മുടെ CPM-ന്റെ ഇടത് സംഘടനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളോ ഒക്കെ ആ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തേക്ക് വന്നു. മറിച്ച് വർഗീയവാദി എന്ന് വിളിച്ച വെള്ളാപ്പള്ളി നടേശനെതിരെ സംസാരിച്ചില്ലേ നമ്മൾ കേട്ടത്. അപ്പൊ പിന്നെ എന്തിനു വേണ്ടിയാകും ഹസ്കർ ഇങ്ങനെ സംസാരിച്ചത്? ഹസ്കർ എന്തിനാ വേണ്ടിയാണ് സംസാരിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമല്ലേ? നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ എന്താണെന്ന്? ഞാൻ അധികം പറയേണ്ട കാര്യമുണ്ടോ? ഇടത് വിരുദ്ധരായിട്ടുള്ള ആളുകളുടെ കയ്യടി നേടാനും ചില റിബൽ ഗ്രൂപ്പുകളുടെ കയ്യടി നേടാനും ഒക്കെ ഹസ്കർ ഇടത് നിരീക്ഷകന്റെ കുപ്പായം വിട്ട് ഈ അടി അടിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. കൊല്ലം സ്വദേശിയായിട്ടുള്ള ഇദ്ദേഹം നിരീക്ഷകൻ എന്ന നിലയിലുള്ള നിലപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് മാത്രമാണ് പാർട്ടി നിർദ്ദേശിച്ചത്. CPM-ന്റെ ജില്ലാ കോടതി അഭിഭാഷക ബ്രാഞ്ച് യോഗത്തിലേക്ക് വിളിച്ചു വരുത്തിയ ഹസ്കറിനോട് പാർട്ടി നിലപാടുകൾ കൃത്യമായി പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതായത് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ അന്തിച്ചർച്ചയിൽ പോയി ഓരോന്ന് പറഞ്ഞ് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കരുത് എന്നാണ് പറഞ്ഞത്. പാർട്ടിയുടെ നിലപാട് വേണ്ടപ്പെട്ടവർ പറഞ്ഞോളൂ. ഹസ്കർ പാർട്ടി കളിക്കേണ്ട എന്നാവും മിക്കവാറും ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. അപ്പൊ മൂപ്പര് പറഞ്ഞത് എന്നാൽ ഇടത് നിരീക്ഷകൻ എന്ന വിശേഷണം താൻ സ്വയം നൽകുന്നതല്ലെന്നും മാധ്യമങ്ങൾ നൽകുന്നതാണെന്നൊക്കെയാണ് ഹസ്കർ വിശദീകരിച്ചത്. അതായത് എന്തിനാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹമൊക്കെ ഇങ്ങനെ ഈ മാധ്യമങ്ങൾ അന്തിച്ചർച്ചകളിൽ പോയിരുന്ന് മനഃപൂർവ്വം വിവാദം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പാർട്ടിയെ വളർത്തുക അല്ലെങ്കിൽ പാർട്ടിയുടെ ആശയങ്ങൾ പറയുക എന്നുള്ളതല്ല, സ്വന്തം പ്രശസ്തി ഉണ്ടാക്കിയെടുക്കുക എന്നത് മാത്രമാണ്. ഇതിനുശേഷം ഫേസ്ബുക്കിൽ പാർട്ടിക്കെതിരെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിക്കാം. രാജിവെച്ചു. സംസ്ഥാന സർക്കാരും പാർട്ടിയും നൽകിയ ഇടത് നിരീക്ഷകൻ എന്ന പദവി ഞാൻ രാജിവെച്ചിരിക്കുന്നു. ഇന്ന് വരെ വാങ്ങിയ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഞാൻ സർക്കാർ ഖജനാവിലേക്ക് തിരിച്ചടച്ചു. ഔദ്യോഗിക വാഹനം, ഡ്രൈവർ, ഗൺമാൻ എന്നിവ ഞാൻ തിരിച്ചയച്ചു. ഔദ്യോഗിക വസതിയും ഒഴിഞ്ഞു. ചാനൽ ചർച്ചകളിലെ മണിക്കൂറുകൾ നീളുന്ന അധ്വാനം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് കരുതുന്നത് കൊണ്ട് ഞാൻ ഇനി മുതൽ രാഷ്ട്രീയ നിരീക്ഷകൻ പേടിച്ച് പോയെന്ന് പറഞ്ഞേക്കുമെന്നാണ് പറയുന്നത്. ഇന്ന് മുതൽ പുള്ളി രാഷ്ട്രീയ നിരീക്ഷകനാണെന്ന് പറഞ്ഞത് നല്ല കാര്യം എന്നേ പറയാനുള്ളൂ. എന്തായാലും ഇത്തരം രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെ കുപ്പായം അണിഞ്ഞ് പല പാർട്ടികളിലേക്ക് പല ആളുകളൊക്കെ വന്നിരിക്കുന്നുണ്ട്. നമ്പിയാൽ അറിയാമല്ലോ എന്താകുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുവെ ഇവർ ഫേസ്ബുക്കിൽ ഇടുന്നത് പോലും പാർട്ടിക്ക് ദോഷമാണെന്നും പാർട്ടിയെ ദോഷത്തിലാക്കാനാണെന്നും ഒക്കെ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.